അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്ത വീഡിയോ ആണ്. നമ്മൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു വർഷം 6 മാസം കഴിഞ്ഞാണ്. നമ്മൾ പണ്ടൊക്കെ ആകുമ്പോൾ ക്യാമ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ശനിയാഴ്ച വരുമ്പോൾ ഒരു സ്റ്റേ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2025 തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു സ്റ്റേ ഒന്ന് മാറ്റി ക്യാമ്പ് എടുക്കുക, തിരിച്ചു വരെ വീണ്ടും അടുത്ത ദിവസം ക്യാമ്പ് എടുക്കാൻ പോവാ. അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് വീണ്ടും ഒരു സ്റ്റേ പിടിക്കാനാണ് പോണേ. നമ്മുടെ സ്റ്റേയോടൊപ്പം അമൽ മാസ്റ്ററും ഉണ്ട് കൂടെ. അപ്പോ ഇപ്പൊ നമ്മൾ കോഴിക്കോടേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ സമയം ഏകദേശം 5:15 ഒരു 7:30 ആകുമ്പോഴേക്കും കോഴിക്കോട് എത്തുന്ന നമ്മൾ വിചാരിക്കണം. നല്ല റോഡായ കാരണം. അപ്പൊ ഇന്ന് കോഴിക്കോട് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടുന്ന് കണ്ണൂരേക്ക് ഡയറക്റ്റ് പോകണം. കണ്ണൂര് അടുത്ത് തന്നെ 2 മണിക്കൂർ എടുക്കുന്ന അല്ല, പുതിയ റോഡായതൊക്കെ 2 മണിക്കൂർ പറയുന്നത്. പണ്ടത്താണെങ്കിൽ പുതിയ റോഡ് പോയി നോക്കണം. ആദ്യമായിട്ടല്ലേ പോണത്. റോഡ് പണിതേ പിന്നെ ആദ്യമായിട്ടാണ് പോണത്. എങ്ങനെയാണെന്ന് കാരണം നമുക്ക് കോഴിക്കോടും കണ്ണൂരിൽ കുറച്ച് കൂടുതലധികം പേര് വന്ന കാരണം എക്യുപ്മെന്റ്സ് കൂടുതൽ എടുക്കണം. കാരണം നമ്മൾ ട്രെയിനിൽ പോണെങ്കിൽ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഒക്കെ ആവും. അതുകൊണ്ട് നമ്മൾ കാർ എടുത്തു. കോഴിക്കോട് പോകാൻ സൗകര്യമാണ്. എന്തായാലും നമ്മൾ കോഴിക്കോട് എത്തിയില്ല. അതൊന്ന് വീണ്ടും തിരിച്ചു വരണം. അതേ അവസ്ഥയില് കണ്ണൂർ കൂടി കവർ ചെയ്ത് നമുക്കത് ലാഭമാണല്ലോ. അപ്പൊ നമുക്കിനി അവിടെ തിരിയണം. അപ്പോ ഗൈസ്, നമ്മളിപ്പോ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വി.കെ. കൃഷ്ണമേനോന്റെ സ്റ്റേഡിയത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പവർ ലിഫ്റ്റിങ്ങിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിന്റെ വഴി നടക്കും. നമ്മുടെ വഴി ക്യാമ്പ് നടത്തും. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ക്ലാസ്സിൽ കയറണു, സിമ്പലൊക്കെ വരയ്ക്കണു. അതൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് സ്റ്റുഡൻസ് വരുമ്പോ കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കോഴിക്കോട് ക്യാമ്പ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് 13 ന്യൂ ജോയിനേഴ്സ് ആണുള്ളത്. സീനിയേഴ്സ് കുറച്ച് പേര് ലാഗ് അടിച്ചിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് ജെനീസ്. ഞാൻ ഈ ബോക്സിങ്ങിനെ പറ്റി
ഫേസ്ബുക്കിൽ വഴിയാണ് അറിയുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാർഷൽ ആർട്സ് ഒക്കെ അറിയണമെന്ന് പണ്ടേ ആഗ്രഹമുള്ള ആളായതുകൊണ്ട് ഞാൻ ഇതിന് ട്രൈ ചെയ്യാൻ വന്നതാണ്. വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വെറൈറ്റിയാണ്. നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുതിയതരം മാർഷൽ ആർട്സ്. ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ് വരാനുള്ള നല്ല ക്യൂരിയോസിറ്റി എനിക്ക് ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് കൂടി അതിന് നോക്കാം. നല്ല അടിപൊളി സംഭവമാണ്. ഓവറായിട്ട് സ്ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ അങ്ങനത്തൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിന്റെ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എവിടെയും നമ്മൾ ടയർഡായി പോയിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിട്ടും ടയർഡാവാത്ത രീതിയിലാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയും എനിക്ക് പറയാനുണ്ട്. നമസ്കാരം. ഞാൻ ഈ ഔറ ബോക്സിങ്ങിനെ പറ്റിയിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതില് ഇങ്ങനെ പഠിച്ചെടുക്കാൻ കഴിയുമോ, ഒരു പരിസ്ഥിതി പറഞ്ഞ പോലെ നമുക്ക് അത് ഉപകാരപ്പെടുമോ എന്നുള്ളത്. പക്ഷെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു സെൽഫ് ഡിഫൻസ്, ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ജോയിൻ ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമസ്കാരം. ഞാൻ ഫോണിൽ ഇങ്ങനെ ഒരു ആഡ് കണ്ട് ഔറ ബോക്സിങ് 6 മാസം കൊണ്ട് മാസ്റ്റർ വരെ അവളുടെ ട്രെയിനിങ് ഇവിടുന്ന് തരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഒക്കെ ചെയ്തപ്പോൾ നല്ല ഫ്രണ്ട്ലി സാറുമാരായിരുന്നു. നല്ല ഇതുവരെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ബോക്സിംഗ് ആയിരുന്നു ഔറ ബോക്സിങ്. ഇതൊക്കെ പറയാനുള്ളൂ. എൻ്റെ പേര് റിജുവാൻ, അക്യുപഞ്ചറിസ്റ്റാണ്. താമരശ്ശേരിയിൽ വരുന്നു. ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു ഓറ ബോക്സിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. എന്തായാലും പ്രദീപ് സാറിൻ്റെ ഈ ഒരു ഓറ ബോക്സിങ് മറ്റ് പല മാർഷൽ ആർട്സുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. ഫസ്റ്റ് ദിവസം തന്നെ 30ഓളം സ്റ്റെപ്പുകൾ നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ഡിഫെൻഡ് ആവാനുള്ള പല സ്റ്റെപ്പുകളും സാർ ഒരു ദിവസം കൊണ്ട് തന്നെ പഠിപ്പിച്ചു തന്നത്. അതിന് വലിയൊരു കോൺഫിഡൻ്റ് ആണ് ഈ ഒരു ക്ലാസ് കൊണ്ട് കിട്ടുന്നത്. എല്ലാവരും ഈ ഒരു ക്ലാസ്സിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ്. ഔറ ബോക്സിനെ കുറിച്ച് ഫേസ്ബുക്കിലൂടെയാണ് അറിഞ്ഞത്. കൂടുതൽ അറിയണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കോഴിക്കോട് വെച്ച് നടക്കുന്ന ക്യാമ്പിന് പങ്കെടുക്കാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ രാവിലെ തുടങ്ങിയ ക്ലാസ് ഇപ്പം വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ടൈം പോയതുപോലെയാണ് പിന്നെ മനസ്സിലായത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ പ്രജിത് സാറ് പിന്നെ നമുക്കൊരു എനർജി നഷ്ടം വരാത്ത രീതിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഓരോ മൂവ്മെൻറ്റും പറഞ്ഞു തരികയും അത് കൃത്യമായി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. 30ഓളം മൂവ്മെൻറ്റ് ഇന്ന് പഠിച്ചു. ഇനി വരും ക്ലാസ്സുകളിലും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ആയോധന കലയാണ് ഇത്. എല്ലാവരും ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഹായ്, എൻ്റെ പേര് സാൻജോ. ഞാൻ കോഴിക്കോട് ഓറ ബോക്സിങ്ങിൻ്റെ ക്യാമ്പിലാണുള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് ക്യാമ്പാണ്. കൃഷ്ണ മാഷിൻ്റെ കീഴിൽ ഇത് നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ എഫക്റ്റീവായൊരു ക്ലാസ്സാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 6 ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്കൊരു സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിലേക്ക് വരിക. ഓക്കെ, ബൈ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അനൂപ്. ഞാൻ കോഴിക്കോട് വെള്ളിയറമ്പ് സ്വദേശിയാണ്. ഞാൻ നേരത്തെ ചില മാർഷൽ ആർട്സുകളൊക്കെ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കേട്ട സമയത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്നതാണ്. അപ്പോൾ വന്നു, എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ കുറേ കാലമായിട്ട് പോലത്തെ എക്സസൈസ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഒരു വലിയ ആയാസമില്ലാതെ തന്നെ സാർ അത് സിമ്പിളായിട്ട് പഠിപ്പിച്ചു തന്നു. ആർക്കും, ഏത് പ്രായത്തിലുള്ള ആൾക്കും, ഏത് ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള ആളുകൾക്കും പഠിക്കാവുന്ന രീതിയിലാണ് ഈ ഓറ ബോക്സിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമുക്ക് ഒരു സിറ്റുവേഷനെ നേരിടാം, ഒരു ഫൈറ്റ് സീനോ അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ നേരിടാം എന്നാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം. എൻ്റെ പേര് നീതി എന്നാണ്. ഞാൻ പ്രതീഷ് മാഷിനെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ബോക്സിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഒരു ഭയങ്കര ഡൗട്ടൊക്കെ ആയിട്ടായിരുന്നു വന്നത്. കാരണം ഈ 6 മാസം കൊണ്ട് മാസത്തിൽ ഒരു ദിവസത്തെ ക്ലാസ് വെച്ച് നമുക്ക് ഇത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്
പക്ഷെ ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതിന്റെ ടെക്നിക്കും കാര്യങ്ങളും എങ്ങനെയാന്നുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു കോൺഫിഡൻസും സെൽഫ് കോൺഫിഡൻസും കൂടുതലായിട്ട് വരും. അപ്പൊ നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ആണല്ലോ വേണ്ടത്. ആ ഒരു കാര്യത്തിലൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഇതായിട്ടാണ്, കാരണം എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് പോണത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കാലിക്കറ്റ് ക്യാമ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണി 5:30 ആയിട്ട്. നമ്മുടെ സെക്കൻഡ് ബാച്ച് ആണ്. അവരിപ്പോൾ പോവാന്നിട്ടാണ്. നമ്മുടെ സാറ് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തരാണ്. അപ്പോൾ അവർ 3 പേര് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരിനി ഒരു ഗ്രൂപ്പായിട്ട് വന്ന് നമുക്കൊരു ശരിക്കും നല്ല സപ്പോർട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ പാക്കിംഗ് ഒക്കെ ചെയ്യാണ്. അവിടെ അമ്മൽ മാഷും പാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിനി ഇവിടുന്ന് കണ്ണൂരിലേക്കാണ് പോകുന്നത്. ഒരു 3 മണിക്കൂറിൽ എത്തും നമ്മൾ വിചാരിക്കണു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കോഴിക്കോട് നമ്മുടെ സ്റ്റേഡിയത്തിൽ നമ്മളിപ്പോൾ ഇറങ്ങി. കണ്ണൂർ മാപ്പ് ഇട്ടപ്പോൾ 96 കിലോമീറ്റർ എന്നാണ് നമുക്ക് പറയുന്നത്. സമയം ഒരു 8:45 എത്തുന്നാണ് പറയണത്. പക്ഷെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോ ഇപ്പോ 9 മണിക്ക് എത്തുന്നാണ് ഇപ്പൊ മാപ്പ് ഇട്ടപ്പോ കാണിക്കണേ. നമ്മുടെ ഇടയില് ഇച്ചിരി ചായ എന്തെങ്കിലും കുടിക്കാൻ നമുക്ക് അറിയില്ല, കുടിക്കണം. അപ്പൊ നമുക്കിനി പോയിന്റ് വഴിയിൽ വെച്ച് കാണാം. നമ്മുടെ മാസ്റ്ററിന് കുറച്ച് കോൾസ് ചെയ്യാണ്ട്, ഞങ്ങൾക്കും കുറച്ച് കോൾസ് ചെയ്യാണ്ട്. അപ്പൊ നമുക്കിനി പോണ വഴിയിൽ കാണാം. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ റൂം സ്റ്റേ എടുത്തിരിക്കുകയാണ്. സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു 6 മണി വരെ ഒക്കെ റെസ്റ്റ് എടുത്തിട്ട് അതെ. അപ്പോ കോഴിക്കോട് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ പാർട്ട് 2 കണ്ണൂർ വ്ളോഗ് നമ്മൾ നാളെ ഇറക്കും. അതുവരെ stay tuned, take care, bye.